Hi guys, good evening. Welcome to God's Own Football's first എന്താ പറയാ ലൈവ് വീഡിയോ. സോ ഞങ്ങള് മൂന്ന് പേര് നമ്മുടെ പാനലിസ്റ്റിലെ മൂന്ന് എക്സ്പേർട്സ് ആദ്യമായി കാണുന്ന ഈ ഒരു അവസരത്തില് ഞങ്ങള് നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളും ഒക്കെ ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇപ്പൊ എന്റെ കൂടെ വിവേകേട്ടൻ ഫുട്ബോൾ വാലയുണ്ട്, പിന്നെ കൃഷ്ണൻ പ്രോയും ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ട്രിവാൻഡ്രത്താണുള്ളത്. സോ ആദ്യത്തെ പ്രോസസ് എന്താണ്? ഇത് തന്നെയല്ലേ, ലോട്ട്. ഞങ്ങള് ഈ അടുത്ത് ഒരു എപ്പിസോഡില് ഒരു കോണ്ടസ്റ്റ് വെച്ചായിരുന്നു ബിറ്റ്വീൻ ദ വീഡിയോ. സോ ഒരു പ്ലെയറിനെ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്, ട്രാൻസ്ഫറിന്റെ സിറ്റുവേഷൻ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്. സോ ദി ആൻസർ വാസ് സുനിൽ ഛേത്രി. എവ്രിബഡി നോസ് ഇറ്റ്. സോ അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത 11 പേരുടെ എന്താ പറയാ പേരുകളും സംഭവങ്ങളും ഒക്കെ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞങ്ങള് ലോട്ടിട്ട് എടുക്കാൻ പോവാണ്. ആരാ ലോട്ട് ഇടുന്നേ? ഓക്കെ. വിവേകേട്ടൻ പഞ്ചസാര എണ്ണേന്റെ തിരക്കിലാണ്. ലോട്ട് എടുക്ക്. ഒന്ന് കുലുക്കിട്ട് എടുത്തോ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ജോയൽ ജെയ്സ്. ആളുടെ ട്വിറ്റർ ഐ ഡി എന്താണ്? ഓക്കെ, ജോയൽ ജെയ്സ്, ഇതാണ് ആള്. ജോയൽ, കൺഗ്രാറ്റുലേഷൻസ്. സോ ജോയൽ കാണുന്നുണ്ട്. ജോയൽ 64441856. Okay, so congrats Joel, on behalf of God's Own Football and myself. So you'll be getting a t-shirt, God's Own Football ലോഗോ ഒക്കെ വെച്ച് നല്ലൊരു ക്ലാസിക് ടീഷർട്ട് കിട്ടുന്നതായിരിക്കും. So we'll be messaging you for the details, സൈസും കാര്യങ്ങളും അഡ്രസ്സും ഒക്കെ we'll be DMing you. കൃഷ്ണൻ ബ്രോ ഒരു കാര്യം ചെയ്യൂ, ഈ ID ഒന്ന് നോട്ട് ചെയ്തോ. ഉണ്ടല്ലോ. ഓക്കെ. സോ വി ഹാവ് യുവർ ഡീറ്റെയിൽസ് വിത്ത് യു. സോ വിൽ ബി മെസ്സേജിങ് യു. സോ ഇനി നമ്മൾ അടുത്ത Q&A. സോ ആസ് പാർട്ട് ഓഫ് ദിസ് ലൈവ് സെഷൻ, ഈ ഒരു ലോട്ട് എടുക്കുന്ന പരിപാടി കഴിഞ്ഞാൽ പിന്നെ we had decided to host a live Q&A session. So as you know, ഇവിടെ കൃഷ്ണൻ ബ്രോയും വിവേകേട്ടനും ഉണ്ട്. They are here to answer your questions. ഞാനുണ്ട്. എനിക്ക് എന്നെ തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറയാറ്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഉണ്ട് ബേസിക്കലി. സോ വി ആർ റെഡി ടു ടേക്ക് യുവർ ക്വസ്റ്റ്യൻസ്. സോ വാട്ട് യു ഷുഡ് ഡു ഇസ്, നിങ്ങൾ ഐ തിങ്ക് യു ക്യാൻ കമന്റ് ഇൻ ബിറ്റ്വീൻ. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഐ വിൽ ബി റീഡിങ് ദം ഔട്ട് ആൻഡ് എനി വൺ ഓഫ് us will be answering. So I think we can start that, അല്ലേ? ഇത് എന്റെ ഫോൺ മാത്രമാണല്ലോ കാണിക്കണേ. ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ലൈവ് എൻഡ് ചെയ്യും കേട്ടോ. ആർ ട്രാൻസ്ഫർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല. ട്രാൻസ്ഫർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുന്നത് ഹരിബ്രോ ആയിരിക്കും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഇൻസൈഡ് സോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നേരെ ചോദിച്ചു. അയ്യോ, ട്രാൻസ്ഫർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാവുന്നതാണ് പറയാം. ഐ എം നോട്ട് എന്താ പറയാ, എല്ലാം അറിയുന്ന ആളല്ല. സോ മെജോറിറ്റി അറിയാതിരിക്കാനാണ് സാധ്യത. ഹരിബ്രോ ഇന്ന് എക്സ്ക്ലൂസീവ് പുറത്തു വിടണം. എന്തിന്റെ എക്സ്ക്ലൂസീവ്? ഹരിബ്രോവിനെ FC ഗോവയിൽ എടുത്തു. അതാണ് I am signed by FC Goa. Aridane Santana, Suresh Singh Wanjam to East Bengal. Angulo. I think Angulo will continue at FC Goa.
അരിഡാന സെന്റാനയുടെ കാര്യം അറിയില്ല. അരിഡാന സെന്റാന ഐ തിങ്ക് ഹീസ് നെഗോഷിയേറ്റിംഗ് വിത്ത് HFC. I don't see why he should leave HFC, so I don't know. The rumors are there. Rumors are there, but yeah. East Bengal, BFC, and one other. Who is the best attacking midfielder? ഈ പോയ ക്വസ്റ്റ്യൻസ് എങ്ങനെ കാണും? ഇവിടെ കാണാൻ പറ്റില്ലേ? ഓക്കെ. പിന്നെ സുരേഷ് സിംഗ് വോങ്ജാം ടു ഈസ്റ്റ് ബംഗാളും അതും എന്താ സുരേഷ് ഇസ് ടോക്കിംഗ് ടു എ ഫ്യൂ ക്ലബ്സ്. ഐ തിങ്ക് ഈസ്റ്റ് ബംഗാൾ ഇസ് വൺ ഓഫ് ദ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ഐ എം സോറി. അടുത്തത് ഐ തിങ്ക് കൃഷ്ണൻ ബ്രോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഹു ഇസ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഓഫ് ദ സീസൺ? This season. ഓക്കെ. ദിസ് സീസൺ നോക്കുമ്പോ ബ്രാൻഡൻ പറ്റില്ല, താപ്പയും കളിച്ചില്ല. ദിസ് സീസൺ നോക്കുമ്പോ ഹൈദരാബാദിന്റെ അപ്പൂയ ഡിഫൻസീവ് അല്ലേ? ഹൈദരാബാദിന്റെ അവന്റെ പേരൊന്നായിരുന്നു നമ്പർ 10 യാസിർ. Probably Yasir, or if you consider Liston as midfielder, Liston. I think even Apuya പോലും attacking കളിച്ചിട്ടുണ്ട്, but not as an attacking midfielder. Yeah. Attacking role നിങ്ങൾക്ക് ഗോൾസ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ സഹൽ കളിച്ചു, 3 അസിസ്റ്റ് ഉണ്ട്, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. സഹൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്, അത് ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. especially this season. Yeah. Okay, so we move on to the next question. Any new coaches rumors to KBFC? Sorry, Joel, we don't deal in rumors. Victor Pereira കാര്യം എനിക്കറിയില്ല. ബോജാൻ കിർക്കിച്ച് ടു കേരള, എനി ട്രൂത്ത്? ബോജാൻ കിർക്കിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നാൽ ആദ്യം ബോജാനെ പോയി കാണാൻ പോകുന്നത് ഞാനായിരിക്കും. കാരണം ഞാൻ ഒരു ബാർസലോണ ഫാനാണ്. ബോജാനൊക്കെ കാരണമാണ് ഞാൻ ബാർസലോണ ഫാൻ ആയത്. സോ ഐ വിൽ ബി വെരി ഹാപ്പി ടു സൈൻ, ബട്ട് ഐ ഡോണ്ട് നോ. Bojan's, I think, wages is pretty high. He's a player who has played in La Liga, പിന്നെ EFL ചാമ്പ്യൻഷിപ്പും പ്രീമിയർ ലീഗിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. So his salary is supposed to be very high. So I don't know. Bots on football exclusive. Bojan Krick is not signing for Kerala Blasters. നടക്കാൻ ചാൻസ് ഇല്ല. ബോജാൻ കിർക്കിച്ച് നടക്കാൻ ചാൻസ് ഇല്ല. I don't know. I won't say നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ചുമ്മാ പറഞ്ഞോ, ഒരിടത്തും പോയി പറയരുത്, നമ്മൾ ചുമ്മാ പറഞ്ഞ. പിന്നെ അടുത്തത്, വിൽ ചെസൽ കണ്ടിന്യൂ ഓൺ കേരള ബ്ലാസ്റ്റേഴ്സ്? ചെസൽ ഇസ് ഓൺ എ 3-year contract. If എന്താ പറയാ, based on how clubs are looking largely for free agents, I don't think any other club will be interested to sign him. പിന്നെ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് സൈൻ ചെയ്യണം. പിന്നെ അതിനുള്ള ക്വാളിറ്റി ഈ സീസണിൽ ചെസല് കാണിച്ചോന്ന് ചോദിച്ചാല് നോട്ട് അറ്റാക്കിംഗ് വൈസ് നോ. പിന്നെ എസ്പെഷ്യലി കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ നോ. സോ ഐ എം നോട്ട് ഷുവർ അതർ ക്ലബ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സൈൻ ഹിം വിത്ത് ട്രാൻസ്ഫർ ഫീ. അടുത്തത്, ഫുട്ബോൾ വാല എന്തെങ്കിലും സംസാരിക്കണം? ആരാണ് ചോദിച്ചത്? ഇന്ത്യൻ ഫുട്ബോൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഫുട്ബോൾ വാല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ തംബ്നെയിൽ ഉണ്ടാക്കണത്, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഓഡിയോ മിക്സ് ചെയ്യുന്നത്, ഇതൊക്കെ ഫുട്ബോൾ വാലയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ. അടുത്തത്, ബെസ്റ്റ് യങ് ഇന്ത്യൻ ഡിഫെൻസീവ് ഡുവോ ദിസ് സീസൺ? I think it's obvious. Indian defensive duo ഇല്ല. There was no Indian defensive duo this season, അല്ലേ? I think സന്ദീപ് ആൻഡ് ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു കളി കളിച്ചു. പിന്നെ അപ്പൊ അവരായിരിക്കണം ഐഡിയലി ബെസ്റ്റ്. പിന്നെ ഐ ഡോണ്ട് തിങ്ക് അതർ ക്ലബ്സ് ഇന്ത്യൻ ഡിഫെൻസീവ് ഡുവോ ഒരു കളി കളിച്ചു. Three in the back. Maybe Jingan and Preetham Kotal. Yeah, Jingan and Preetham Kotal maybe. പിന്നെന്താ, KPL നല്ല കളി നടക്കുന്നുണ്ട്, സ്ട്രീമിംഗ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഇന്നലെ സെക്കൻഡ് ഗെയിമും സ്ട്രീമിംഗ് ഇംപ്രൂവ് ആയെന്ന് കേട്ടു, ബട്ട് ഐ കുഡന്റ് സീ ഇറ്റ്. നമുക്ക് നോക്കാം.
By when can we expect the announcement of the Blasters new coach? See, Kerala Blasters ഒരു എന്താ പറയാ, this is again my personal opinion. Kerala Blasters ഒരു top level ISL club ആണ്. Let them take time to decide a coach. So yeah, by April we should be knowing. കാരണം അത് കഴിഞ്ഞാല് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു 5 മാസം 6 മാസം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനുള്ള ഒരു വിൻഡോയും കൂടെ കൊടുത്താൽ ഐ തിങ്ക് വി ഷുഡ് ബി നോയിങ് ഹിം ബൈ ഏപ്രിൽ എൻഡ്. പിന്നെ അടുത്ത്, ദിസ് ഇസ് ബൈ കെവിൻ ഫിലിപ്പ്. Can Manveer play as a lonely striker or should he be backed by Chetri as a second striker in the national team? Good question. Thank you, Kevin. Good question. So, പറയ് കൃഷ്ണൻ ബ്രോ പറയ്, ഞാൻ വീഡിയോ ഇങ്ങനെ ഇടാം. പറഞ്ഞു. മൻവീർ can play as a lone striker. മൻവീറിന് കളിക്കാൻ പറ്റും. ചെദ്രി obviously ചെദ്രി. അപ്പൊ ഏതായിരിക്കും ബെസ്റ്റ്? മൻവീർ ലോൺ സ്ട്രൈക്കർ ആയിട്ട് കളിക്കുന്നതാണോ അതോ ഇയാളുടെ ചേത്രിയുടെ ബാക്കിംഗ് ഉൾപ്പെടുത്തി? ചെദ്രിയും മൻവീറും കളിക്കട്ടെ, രണ്ടുപേരും കളിക്കട്ടെ. ചെദ്രിയും മൻവീറും കൂടി കളിച്ചാൽ പ്രശ്നം. പിന്നെ ലോങ് ടേം ആലോചിക്കട്ടെ. ചെദ്രി പോയാലും ചെദ്രിയെ റീപ്ലേസ് ചെയ്യുന്നു. ചെദ്രി ഇപ്പൊ ഒരു നമ്പർ 10 പൊസിഷനിലാ കളിക്കുന്നത്. ചെദ്രിയെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്. സഹദ്, യസീർ, ഇവരൊക്കെ നമ്പർ 10 കളിക്കാവുന്ന പ്ലേയേഴ്സാണ്. നമുക്ക് പ്ലേയേഴ്സ് ഇല്ലാത്തത് മെയിൻ നമ്പർ 9 കളിക്കാവുന്ന പ്ലേയേഴ്സാണ്. അത് മൻവീർ, പിന്നെ റഹീം അലി, വേണമെങ്കിൽ ഷാൻ പണ്ഡിത. അതൊരു ആരുമില്ല, വേറെ ആരും കളിക്കുന്നില്ല. അടുത്തത്, ഗോഡ്സ് ഓൺ ഫുട്ബോളിനെ ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഞങ്ങൾ 3 പേരും ചെയ്യാറുണ്ട്. ആരാണ് ഫ്രീ, ആരാണ് ട്വീറ്റ് ചെയ്യാന്നത്, അവരെ കൊണ്ട് ചെയ്യിക്കലാണ് പരിപാടി. ഓക്കെ. കേരള യുണൈറ്റഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ബൈ സുദേവ്. ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് കേരള യുണൈറ്റഡിന്റെ കളി. എനിക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല. സോ മാറ്റി നല്ല കളിയായിരുന്നു. പക്ഷേ കളിച്ചത്, അപ്പൊ ബാക്കിയുള്ള കളി പറയാം നല്ല കളിയായിരുന്നു. ബട്ട് ഇറ്റ്സ് അഗെയിൻസ്റ്റ് കോവളം. അതാണ് ഒരു ഡ്രോബാക്ക്. ഐ തിങ്ക് ഇത് നമ്മൾ പോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു അബൌട്ട് ഹൗ നമ്മുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് കേരള പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റില് നമ്മളിങ്ങനെ ടീംസിനെ ഒക്കെ പറ്റി സംസാരിക്കുമ്പോൾ കോളേഴ്സിനെ പറ്റിയും സംസാരിച്ചിരുന്നു. സോ ബേസിക്കലി അവര് എന്താ പറയാ, ഈ അവർക്ക് ഇത്തിരി ഫിയറിന്റെ ഒരു ഫാക്ടർ ഇത്തിരി ഹൈ ആണ്. സോ ഐ തിങ്ക് ദേ പ്ലേഡ് വിത്ത് എ ലോട്ട് ഓഫ് ഫിയർ അഗെയിൻസ്റ്റ് കേരള യുണൈറ്റഡ്. കാരണം ദേ ഹാഡ് സം ടോപ്പ് പ്ലേയേഴ്സ്. ഇപ്പൊ ഷഫീർ ആയാലും, അതുപോലെ എക്സ് മോഹൻ ബഗാൻ പ്ലെയർ ലാൽ തങ്കുമാ ദുബേല ആയാലും, അർജുൻ ജയരാജ് ആയാലും ഒക്കെ. സോ അതിന്റെ ഒരു ഫിയർ ഫാക്ടർ കാരണം ഐ തിങ്ക് കോളം വാസ് എ വെരി വീക്ക് സൈഡ് യെസ്റ്റർഡേ. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കേരള യുണൈറ്റഡിന് ഇന്നലെ കിട്ടി. ആൻഡ് ദേ പ്ലേഡ് വെൽ, ഗുഡ് സ്കോർ ലൈൻ. സോ കൂടുതൽ അറിയാൻ ഐ തിങ്ക് വീൽ ഹാവ് ടു വാച്ച് ലൈക്ക് അറ്റ്ലീസ്റ്റ് 2 or 3 മാച്ചസ്. നെക്സ്റ്റ് വൺ ഇസ് അഗൈൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺടെസ്റ്റ് ആയിരിക്കും. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് വൺ. പിന്നെ സോ ബേസിക്കലി വി ആർ ടോക്കിംഗ് അബൌട്ട് കേരള യുണൈറ്റഡ്. സോ കേരള പ്രീമിയർ ലീഗ്, നിങ്ങൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം യൂട്യൂബിൽ പോയിട്ട് അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ പോയിട്ട് ആ എപ്പിസോഡ് കേൾക്കണം. സോ വി ഹാവ് ഗിവൺ എ ലോട്ട് ഓഫ് ഇൻഫോ ദർ. So next question. In your opinion, should someone who knows Indian football or ISL should come to Blasters? എങ്ങനെയാണ് പുതിയ കോച്ച് വരുമ്പം ISL ഇന്ത്യൻ ഫുട്ബോൾ അറിയുന്ന ഏതെങ്കിലും കോച്ചുമാര് വേണോ? അത് ഡിപ്പെൻസ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ ഫുട്ബോൾ അറിഞ്ഞ കോച്ചാണ് പോകുന്നത്. അപ്പോ അത് ഡിപ്പെൻസ്. ലൈക്ക് അറിഞ്ഞുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ അറിഞ്ഞില്ലാന്ന് വെച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഈസ് എ ഹാർഡ് വർക്കിംഗ് കോച്ച്. ഹി വിൽ ഗെറ്റ് ടു നോ. ഇപ്പൊ മാനുവൽ റോക്ക ഹൈദരാബാദിലേക്ക് വന്നു. പുള്ളിക്ക് ഇന്ത്യൻ ഫുട്ബോളിലായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായില്ല. ബട്ട് ഹൈദരാബാദ് ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ഫോർ പ്ലെയർ. സോ കോച്ച് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ദാറ്റ് ഷുഡ് നോട്ട് ബി എ ക്രൈറ്റീരിയ ഫോർ
വിവേകേട്ടൻ സൈലന്റ് ആണ്, എന്തെങ്കിലും പറ. അല്ല, ഏഷ്യൻ ഫുട്ബോളിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ നേരത്തെ കൃഷ്ണൻ ബ്രോ പറഞ്ഞ പോലെ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ FC ഗോവയുടെ കോച്ച് പുള്ളിക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഗ്രീസിൽ അതായത് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻ നേടിയ ഒരേ ഒരു ഒരു എന്താണ് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അവർ അയാളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ കുറച്ച് നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്കിങ്ങും ടാക്ടിക്കലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ നോക്കണം. അത് നേരത്തെ നമ്മൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് കുറച്ചും കൂടെ നമ്മുടെ സെർച്ച് കുറച്ചും കൂടെ ഒന്ന് വൈഡർ ആക്കണം. ഒരു നാരോ ആക്കാതെ കുറച്ചും കൂടെ നല്ല ക്ലബ്സിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലൈസൻസിന്റെ ഇഷ്യൂ ഒന്നും ഇല്ല. അത് സമയമുണ്ട്. മാനേജ്മെന്റ് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെയാണ് ആണെങ്കിൽ പോലും ഇപ്രാവശ്യം കുറച്ച് നന്നായിട്ട് എന്താണ് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എത്രയാണ് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ താഴോട്ട് പോകുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൃഷ്ണൻ ബ്രോയുടെ ഒറിജിനൽ പ്രൊഫഷൻ എന്താണ്? എന്തൊക്കെ അറിയണം ആൾക്കാർക്ക്? ഞാനൊരു പകുതി CA ആണ്. ഫൈനൽ എഴുതി 2-3 പ്രാവശ്യം ഭംഗിയായി പൊട്ടിയതുകൊണ്ട് നിർത്തി. പിന്നെ ഇപ്പോ ബാംഗ്ലൂരിൽ ഒരു ഫിനാൻസ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇ ലേണിംഗ് ഫിനാൻസ്, അതായത് US ഉള്ള ഒരു ലേണിംഗ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്നൊക്കെ പറയും, SM. അപ്പൊ അതാണ് സംഭവം. ഇനി അടുത്തത്, SD കൊച്ചിയിൽ ഉണ്ടല്ലോ, ഹരിബ്രോ ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂവിന് ശ്രമിച്ചൂടെ? ഞാൻ കൊച്ചിയിൽ ഇല്ലല്ലോ, ഞാൻ തിരുവനന്തപുരത്താണല്ലോ. ഹരിബ്രോ ഒരു ഡയറക്ട് ഇന്റർവ്യൂവിന് ശ്രമിച്ചിട്ട് ഇതുവരെ ഹരിബ്രോയെ ഒരു ഡയറക്റ്റ് അല്ല, പേപ്പർ ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അതിന്റെ ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഡയറക്ട് ഇന്റർവ്യൂ. പിന്നെന്താ അടുത്ത്? ഖാലിദ് ജമീൽ NUFCയില് നെക്സ്റ്റ് സീസൺ ഹെഡ് കോച്ചായി തുടരാൻ സാധ്യതകളുണ്ടോ? തുടരണം എന്നാണ് അഭിപ്രായം. അതാണ് ഞങ്ങളുടെ കോമൺ അഭിപ്രായം. പക്ഷെ ഐ തിങ്ക് ഫോറിൻ ഹെഡ് കോച്ച് വരുമെന്ന്. സോ അത് മുന്നിൽ കണ്ണോട്ട് എന്തൊക്കെയോ കുറച്ച് എന്താ പറയാ ചേഞ്ചസ്, മാനേജീരിയൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. സോ ഐ തിങ്ക് ഫോറിൻ കോച്ചസ് കാണും. അങ്ങനെയാണെങ്കിൽ ഖാലിദ് ജമീലിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണം. Okay, so we have given you another question in നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്നേ വരുള്ളൂ. സോ ഞങ്ങള് തിരിച്ച് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ തന്നു, ഖാലിദ് ജമീൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ത്രെഡിന് താഴെ ഷെയർ ചെയ്താൽ മതി. അടുത്തത്, ഇന്ത്യൻ ഫുട്ബോളിലെ കറപ്ഷനെ പറ്റി ഒരു പോഡ്കാസ്റ്റ് വേണം, നമ്മുടെ ഇഷ്ഫാഖ് അണ്ണന്റെ കഥ ദയവായി ഇന്ത്യൻ ഫുട്ബോൾ ബ്ലോക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പോവാ. അടുത്തത്, ഈസ് ജെറാർഡ് ന്യൂസ് ആൻ ഐഡിയൽ കോച്ച് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്? ഇഫ് സോ വൈ? വിവേകേട്ടൻ പറ. അല്ല, എന്റെ അഭിപ്രായത്തില് പോരാ. പുള്ളി ഫസ്റ്റ് ഒരു പെർഫോമൻസ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വലിയ എക്സ്ട്രോർഡിനറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവം? അല്ല, അത് തന്നെയാണ് കാരണം. ഇപ്രാവശ്യം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിബുവിന്റെ സാക്കിങ്ങിന് ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഏകദേശം പ്ലെയർ പവറിന്റെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ്. ജെറാർഡ് ന്യൂസിനും സെയിം പ്രശ്നത്തിലാണ് പുള്ളിനെ പറഞ്ഞു വിട്ടത്. അപ്പൊ പിന്നെ വീണ്ടും അത് തന്നെ ഇത് ചെയ്യുന്നത് കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് റിട്ടൻഷൻ ഓഫ് പ്ലെയേഴ്സ് ഹു ഓൾ ഫോറിനേഴ്സ് വിൽ ബി ഹിയർ ഫോർ നെക്സ്റ്റ് സീസൺ? അറിയില്ല ബ്രോ. അത് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇറക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം പുതിയ കോച്ച് വരാതെ നമ്മള് എന്തിന്റെ അല്ല ബേസിൽ. വേണമെങ്കിൽ ആ ക്യാമറ തിരിച്ചു ഒരു കാര്യം ഞാൻ പറയാം. അതെ, ഹരി എന്തോ എക്സ്ക്ലൂസീവ് വരാൻ പോകുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടല്ല, പക്ഷെ എന്താ പറയാ, ഇക്കുണ സാക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പായിട്ട് കേരള ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ വി ഹാഡ് പ്ലാൻസ് ടു ആക്ച്വലി എക്സ്റ്റെൻഡ് ദ കോൺട്രാക്ട്സ് ഓഫ് ഫക്കുണ്ടോ പെരേര ആൻഡ് ജോർദാൻ മറൈ. സോ ഇത് ക്ലബ് സൈഡിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പിന്നെ പിന്നെ ഐ തിങ്ക് ഡിഫറെന്റ് മീഡിയ ഹാവ് റിപ്പോർട്ടഡ് ദാറ്റ് കൂപ്പർ വാസ് ഓൾസോ ഗോയിങ് ടു എക്സ്റ്റെൻഡ്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഐ ഡോണ്ട് ഹാവ് കൺഫേംഡ് ഇൻഫോ അബൌട്ട് ഇറ്റ്. സോ യാ, അപ്പൊ ഡെഫിനറ്റ്ലി ഫോറിൻ പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് 2 or 3 പ്ലേയേഴ്സിന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാനൊരു എന്താ പറയാ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ കോച്ചിനെ സാക്ക് അല്ല, ഐ മീൻ വാട്ട് ഹവർ യു പുട്ട്, കോച്ച് പോയതായാലും കോച്ചിനെ സാക്ക് ചെയ്യുന്നതായാലും ഐ തിങ്ക് ഇനിയിപ്പോ പുതിയ കോച്ചിങ് സ്റ്റൈലും പുതിയ പ്രിൻസിപ്പിൾസും ഒക്കെ വരുന്നോണ്ട് ഐ തിങ്ക് പുതിയ കോച്ച് വിൽ ട്രൈ ടു ബ്രിങ് ന്യൂ പ്ലേയേഴ്സ്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല. സോ ഐ റീസെന്റ് ലൈക്ക് ട്രൈ ടു ടോക്ക് ടു ക്ലബ് അബൌട്ട് എക്സ്റ്റൻഷൻസ്. പക്ഷെ ഈവൻ ദേ ആർ നോട്ട് ഗിവിംഗ് അസ് ലൈക്ക് കോൺക്രീറ്റ് ഇൻഫോ. അതായത് അവർക്ക് തന്നെ ഞാൻ ചോദിച്ച ആളുകൾക്ക് തന്നെ ഷുവർ അല്ല എന്ന് തോന്നുന്നു ആസ് എ ട്രെയിനർ. ആൻഡ് യു കാൺ സേ ദാറ്റ്സ് റോങ് ബിക്കോസ് സീസൺ എൻഡ് ചെയ്തതേ ഉള്ളൂ. സോ ദേ മൈറ്റ് നീഡ് ടൈം ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദേ വാണ്ട് ടു ഡു. സോ let's give them some time. അടുത്ത ക്വസ്റ്റ്യൻ, സിൻസ് യു ഹാവ് ബീൻ പ്ലേയിങ് എ പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഫോർ ദ ലാസ്റ്റ് 2 seasons, എ കോച്ച് വിത്ത് ദ സെയിം ഫിലോസഫി ഷുഡ് കം ഓർ നോട്ട്? ഞാൻ ഒരു യുണൈറ്റഡ് ഫാനാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ പൊസിഷൻ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല ആൾക്കാരെ വെച്ച് ഡിഫെൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് സ്റ്റീവ് കോപ്പലിന്റെ ഇതിലാണ് നമ്മൾ മര്യാദയ്ക്ക് കളിച്ചത് തന്നെ. അങ്ങനത്തെ ഒരു കോച്ച് വരട്ടെ. ആദ്യം ഡിഫൻസിനെ ശരിയാക്കട്ടെ. എന്തോരം ഗോൾസ് ആണ് കൺസീഡ് ചെയ്യുന്നത്. ഈ പോണവനും വരണവനും ഒന്ന് അടിച്ചിട്ട് പോണ പോലെ. അപ്പൊ എന്റെ അഭിപ്രായം അതാണ്. ഇപ്പോ പൊസിഷൻ ടിക്കി ടാക്ക് തന്നെ കളിച്ചേ അടങ്ങുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടിക്കി ടാക്കൊക്കെ കളിക്കണമെങ്കിൽ പെബ്ഗോഡിയൊക്കെ ബാക്കിങ് കിട്ടണ പോലെ നല്ല പൈസ എറിയണം. അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് വേണം. മുംബൈ സിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ. ഈ പൈസ ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഡിഫൻസീവ് കോച്ചസ് ആണ് നല്ലത്. കാലി ജബീലിനെ പോലത്തെ കോച്ച് എന്താ കുഴപ്പം? ഇപ്പൊ നോർത്ത് ഈസ്റ്റ് മിക്കവാറും ഫൈനലിലേക്ക് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിബ്രോ എവിടെ നമ്മുടെ ജേഴ്സി? ഏത് ജേഴ്സി? അതെ, ഹരിക്കേനോ ചെയ്യും. ഏത് ആരാ ചോദിച്ചത്? അഖിൽ അഖിലെന്താ ചോദിച്ചത്? എവിടെ നമ്മുടെ ജേഴ്സി? നമ്മുടെ ജേഴ്സി? ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഇടാത്തത് എന്തേ? ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി നാളത്തെ കളിയിലെ എന്താ പറയാ മുന്നിൽ കണ്ടോണ്ടാണ് ഞാൻ ഇത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സപ്പോർട്ട് മുംബൈ സിറ്റി എഫ് സി ഫോർ സം റീസൺ. ഐ ലൈക്ക് ടു സപ്പോർട്ട് എഫ് സി ഗോവ. സോ അതുകൊണ്ട് എഫ് സി ഗോവയുടെ ഒരു ജേഴ്സി എടുത്തിട്ടു. മാത്രമല്ല ഇന്ന് രാവിലെ കളിക്കാൻ പോയപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഞാൻ ഇട്ട്. അപ്പൊ അത് അലക്കാൻ കിട്ടും. അതും കൂടെ ഒരു കാരണമാണ്. ഹരിബ്രോ ഇഷ്ടംപോലെ ജേഴ്സി ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. അതെ, എപ്പോഴും ഒരു ക്ലബിന് ഇടാൻ പറ്റും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മെയിൻ ടീമിൽ ആരെയും KPSC റിസർവ് കോഡിൽ ഉണ്ടോ? അത് കൺഫേംഡ് ആയിട്ട് അറിയോ? സുഭാഘോഷ് ഉണ്ടെന്ന് ഞാൻ കേട്ടത്. സുഭാഘോഷിന്റെ കാര്യം അറിയില്ല. മുക്താസൻ ഉണ്ട്. സുഭാഘോഷ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. കൺഫേംഡ് അറിയില്ല. അവര് സ്കോഡ് ലിസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യാം. ഇന്ന് ഗോകുലം വേഴ്സസ് സാറ്റ് നല്ല ആയിരിക്കട്ടെ. അതേപോലെ സ്ട്രീമിങ് നല്ലതായിരിക്കട്ടെ, കാണാൻ പറ്റും. നമ്മളുടെ ടൈപ്പ് ഇത് പോയല്ലോ. നമ്മളുടെ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ? ഇല്ല. ടൈപ്പും ഇൻവെസ്റ്റ്മെന്റും വരാൻ അങ്ങനെ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം നമുക്ക് നമ്മളെ ഫുള്ളായിട്ട് കൺട്രോൾ കൊടുക്കാൻ ചാൻസ് ഇല്ല ഇപ്പോഴത്തെ ഓണേഴ്സ്. എന്നാൽ കൊപ്പലാശാൻ തിരിച്ച് കൊണ്ടുവന്നാലോ? അവസാനം പ്ലേ ഓഫ് കളിച്ചത് അങ്ങേരുടെ താഴത്താണ്. കൊപ്പലാശാൻ ഒരുപാട് വയസ്സായല്ലേ. ഈ കോവിഡിന്റെ സമയത്തിലൊക്കെ പുള്ളി ബയോബബിളൊക്കെ വെച്ച് വരുമോ? നല്ല സംശയമുണ്ട്. കൊപ്പലാശാൻ തന്നെ വേണമെന്നില്ല, ഒരുപാട് ഡിഫൻസീവ് കോച്ചസ് ഉണ്ട്. ഒരുപാട് നല്ല കോച്ചസ് ഉണ്ട്.
ഒരു 2 ജേഴ്സി കൊടുക്ക് ഹരിച്ചേട്ടൻ കൃഷ്ണൻ ബ്രോക്കും വിവേകം. കേട്ടില്ലേ? 2 ജേഴ്സി വെച്ചേരാ. എന്റെ ജീവൻ കൊടുക്കാണ്, ജേഴ്സി ഞാൻ തരില്ല. ഒരു മിനിറ്റ് മാറ്റാം, ഒന്നുകൂടി പറഞ്ഞു. എന്റെ ജീവൻ ഞാൻ കൊടുക്കാം അവർക്ക്, പക്ഷെ എന്റെ ജേഴ്സികൾ ഞാൻ ആർക്കും കൊടുക്കില്ല. നോ. അടുത്ത ക്വസ്റ്റ്യൻ, ചെന്നൈ സിറ്റി 12th ക്ലബായിട്ട് ISL എൻ്റർ ചെയ്യാൻ സാധ്യത ഉണ്ടോ? ഉണ്ടോ? ചെന്നൈ സിറ്റി, ഐ തിങ്ക് ചെന്നൈ മേജർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിന്ന് മാർക്കസ് സാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് നോട്ട് ആസ് 12th ക്ലബ്, ബട്ട് ചെന്നൈ സിറ്റിയുടെ ഒരു മേജർ നടന്നിട്ട് അവര് കണ്ടിന്യൂസ് 11th ക്ലബ് എന്നാണ് തോന്നുന്നത്. 12th ക്ലബ് അഹമ്മദാബാദ്. 12th ക്ലബിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. നമ്മളൊരു അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളൊരു ഡിഫൻസീവ് കോച്ചിനെ ആണ് ആവശ്യം. വിവേകേട്ടൻ TVM ക്ലബ്സിനെ കുറിച്ച് പറയൂ. കോവളം പ്ലസ് ട്രാവൻകൂർ. കോവളം ഇപ്പൊ KPL കളിക്കുന്നുണ്ട്. കോവളം ആക്ച്വലി ഒരു മറ്റൊരു മിനർവേ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ക്ലബാവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ക്ലബാണ്. കാരണം നല്ല ഭയങ്കര വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഒരു ബാക്കപ്പ് ഉണ്ട്. അവരിപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻഹൗസ് സ്റ്റേഡിയം അക്കാഡമി ഗ്രൗണ്ട് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഫെസിലിറ്റീസ് ആണ് ഞാൻ കേട്ടത്. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അവിടെ. എന്താണെന്ന് ഞാൻ വെളിയിൽ പറയാൻ ഉദ്ദേശിക്കില്ല, കാരണം അത് അവരെന്നെ സോൾവ് ചെയ്യട്ടെ. കുറച്ച് കാര്യങ്ങളുണ്ട്, അവര് ക്ലബിനകത്തുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്ത് എനിക്ക് തോന്നുന്നു അത് നേരത്തെ പറഞ്ഞതിന് മറ്റൊരു മിനാറവേ അല്ലെങ്കിൽ ഒരു ഐസോളോ ആയിട്ട് മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ക്ലബ്ബാണ് കോവളം. ട്രാവൻകൂർ റോയൽസിന് സത്യം പറയാൻ എനിക്ക് അതിനെ പറ്റി വലിയ ഇൻഫോർമേഷൻ ഇല്ല. പിന്നെ അതിന്റെ ഓണർഷിപ്പ് ഒക്കെ ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്. അതിൽ ആരൊക്കെയാണ് ഓണർഷിപ്പ് എന്ന് ഞാൻ കേട്ടനുസരിച്ച് എനിക്ക് അത്ര വലിയൊരു സുഖമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റായിരിക്കും. പക്ഷെ അവര് അണ്ടർ 13 അണ്ടർ 15 അങ്ങനത്തെ ഏജ് ഗ്രൂപ്പിലൊക്കെ അവര് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് വേറെ വലിയ ഇൻഫോർമേഷൻ ഇല്ല. ഈ 2 ക്ലബ്ബാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ബാക്കി ഡിപ്പാർട്ട്മെന്റ് ട്രാവൻകൂർ റോയൽസിന് രഞ്ജിത് ബജാജിന്റെ ഓണർഷിപ്പ് ഉണ്ടെന്ന് അറിയാവോ ആർക്കെങ്കിലും? അല്ല, നിങ്ങൾക്ക് അറിയാമായിരുന്നു? അത് എനിക്കറിയായിരുന്നു. അല്ല, പക്ഷെ ഓണററി അതിന്റെ ഒരു എക്സ്റ്റെന്റ് ഓഫ് ഡീറ്റെയിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര ഡൈസിയാണ് ഇൻഫോർമേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി റോക്കെ ആയാലോ മിക്കവാറും പുള്ളി ഭാഷയെന്ന് പുറത്താവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇനി MA കോളേജിന്റെ കളി കണ്ടോ? പുള്ളി കളിയായിരുന്നു. അവർ KSEBക്കെതിരെ മുന്നിലാണ്. നമ്മുടെ 4ാമത്തെ ആളല്ലേ പുള്ളി, ഗോകുല്. പുള്ളി അവിടെ ഇരിപ്പുണ്ട്, പുള്ളി കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. സൂപ്പർ കപ്പിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ISL മുന്നേ കാണുമോ? ഇല്ലേ? മാർക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. സൂപ്പർ കപ്പാ ഇത്തവണയാ? അടുത്ത സീസണുണ്ട്, ഇത്തവണ ഇല്ല. ഇത്തവണ ISL സൂപ്പർ കപ്പ് ഇല്ല. അടുത്ത സീസൺ എന്തായാലും ഉണ്ട്. അടുത്ത സീസൺ പിന്നെ വീക്കെൻഡ്സിലോട്ട് ചേഞ്ച് ചെയ്യുന്നൊക്കെ കേൾക്കുന്നു. സജഷൻസ് അങ്ങനെയൊക്കെ എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അല്ല, സൂപ്പർ കപ്പ് അടുത്ത സീസൺ ഉണ്ടെന്നാണ് മാർക്കസ് പറയുന്നത്. പക്ഷെ സ്റ്റാർട്ട് ഓഫ് ദ സീസൺ ആണോ എൻഡ് ഓഫ് ദ സീസൺ ആണോ നമുക്ക് അറിയത്തില്ല. അത് വരട്ടെ. എനിക്ക് തോന്നുന്നു FSDL തന്നെ അറിയത്തില്ല എന്നാണ്. MA കോളേജിൽ ഗോൾ അടിച്ച മുഹമ്മദ് റഫി ആരാണ്? കമന്ററിയിൽ നാഷണൽ അണ്ടർ 19 ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ കളി കാണുന്നില്ല ബ്രോ, കളി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഗൂഗിള് ലൈവായിട്ട് അവിടെ നിന്ന് കാണുന്നുണ്ട്. പുള്ളി ചോദിച്ചിട്ട് ഞാൻ പറയാം. BFCയിൽ റാഫി ആണെന്ന് തോന്നുന്നു. BFCയിലെ റാഫിയോ? അതാരാ? അറിയില്ല ബ്രോ. കഴിഞ്ഞ ഇയർ ഒരു സെർബിയൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു. അതൊക്കെ എന്തായി? അല്ല, സെർബിയൻ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? സെർബിയൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മറ്റേ റഡ്നിക്കി ബ്ലാസ്റ്റേഴ്സ് വോളിബോൾ ടീമും ഒക്കെ ഉള്ളത്. ഉണ്ടല്ലോ. വേറെ ഏതാ? വേറെ അല്ല, അതന്നെ അവര് പറയണം.
അതിപ്പോഴും ഉണ്ട്. സെർബിയൻ ഇൻവെസ്റ്റ്മെന്റ് എന്തോ ഉണ്ട്, കുറച്ചെങ്ങാണ്ടും ഉണ്ട്. കൂടുതലായിട്ടൊന്നും അറിഞ്ഞൂടാ. അത് അതെന്തോ കുറച്ചുണ്ട്. അതിന്റെ എല്ലാം എന്തൊക്കെയോ ചെറിയ ടൈപ്പ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ആ, എന്തോ വോളിബോൾ ടീമൊക്കെ ആയിട്ട് അതുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടല്ലേ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. അത് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ. ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. അത് ഒരുപാട് എന്തൊക്കെയോ റൂമേഴ്സ് ഉണ്ട്. അതെന്താ സംഭവിച്ചത്? അത് ഇങ്ങനെ അതിന്റെ ഇടയില് അവിടെ ജയിലിലൊക്കെ ആയിരുന്നു, സെർബിയയിൽ അല്ലെ, പ്രസാദ്. അതെ അതെ, അല്ല റൂമേഴ്സ് അല്ല, അതുണ്ടായിരുന്നു. അത് ന്യൂസാണോ? ന്യൂസ് ആണല്ലേ? ആ, അത് ന്യൂസാണ്. ഇങ്ങനെ അവിടെ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലൈവായിട്ട്. പിന്നെ അപ്പോ ക്വസ്റ്റ്യൻസ് തീർന്നു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ആൻസർ ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ നിർത്തണം പരിപാടി. ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്? ആർക്കെങ്കിലും ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അത് ആൻസർ ചെയ്തിട്ട്. എന്തൊക്കെയോ ഒന്നുണ്ട്. ജയിലിൽ വെച്ച് നടന്ന ഡീലായിരിക്കും. ഈ ATKMB എവിടെന്നാ ഇത്ര പൈസ? ബ്ലാസ്റ്റേഴ്സിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചാൻസ് ഇല്ലേ? ATKMBക്ക് മറ്റേ പുള്ളിയുടെ പേരൊന്നും സഞ്ജീവ് ഗോയങ്ക. പുള്ളിക്ക് നല്ല പൈസ ഇല്ലേ? ഗൂഗിള് പുള്ളിയുടെ നെറ്റ്വർത്ത്. പുള്ളി അടുത്ത IPL ടീമിന് വേണ്ടി തച്ചുകൂട്ടി ഇറങ്ങിയേക്കാം. കേരളത്തിന് IPL ടീം കിട്ടാതിരിക്കാൻ മെയിൻ ആള് മിക്കവാറും പുള്ളിയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതാണ് എനിക്ക് അറിഞ്ഞൂടാ. ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഉള്ള എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അത് അറിഞ്ഞൂടാ. അവര് ഫുൾ കൺട്രോൾ ഒക്കെ കൊടുക്കുവോ? കൺട്രോള് കുറച്ചെങ്കിലും കൊടുക്കാതെ ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമോ? അപ്പൊ അത് ചാൻസ് കുറവാണ്. ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള കോച്ചിനെ ആണോ ഇന്ത്യയുടെ പുറത്തെ കോച്ച് ചെയ്യുന്ന കോച്ചിനെയാണോ KBC നോക്കേണ്ടത്? അത് നേരത്തെ ആൻസർ ചെയ്തു ബ്രോ. ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ച് നോക്കി. ഒമിത് സിംഗ് നെക്സ്റ്റ് സീസൺ ISL വരാൻ ചാൻസ് കാണുന്നുണ്ടോ? ഇനിയിപ്പോ ഉണ്ടാവുന്നുള്ള ആ ഒരു ഇതിൽ വന്നാലേ ഞാൻ അത് ബ്രോക്ക് കൊടുക്കാം. ഒമിത് സിംഗ് ഈസ്റ്റ് ബംഗാളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോഴല്ലേ അവരുടെ ഈ SC ടൈപ്പൊക്കെ ആയതും പിന്നെ വേറെ എന്തോ ഇഷ്യൂ കാരണം പുള്ളി വന്നില്ല. അറിഞ്ഞൂടെ, എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഇറാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. താഴോട്ടൊരു ലീഗിൽ സ്റ്റാൻഡേർഡിലുള്ള ലീഗിൽ വരുമെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ നല്ലൊരു പേസി പ്ലെയറാണ്, നല്ലൊരു പ്ലെയറാണ്. അല്ല, ഫോറിനറായിട്ട് സൈൻ ചെയ്യുമോന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ പുള്ളിക്ക് ഇന്ത്യൻ സ്ലോട്ട് കൊടുക്കുവോ അത് പറഞ്ഞിട്ടില്ല, നോക്കാം. മെസ്സേജ് കാണും വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാം. കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ ഈ ക്ലബ് എവിടെയും എത്തും തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യൻസ് ഇൻവെസ്റ്റ് ചെയ്യണം. എന്ത് പറയാനാണ്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ ഇട്ടാൻ രക്ഷപ്പെട്ടു. യൂസഫ് അലി ഉണ്ടായിരുന്നല്ലോ റൂമർ, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ നടക്കും തോന്നുന്നില്ല. വാട്ട് യു തിങ്ക് അബൌട്ട് KBC അസിസ്റ്റന്റ് കോച്ച് ഇഷ്ഫാഖ്? അത് ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ഫാഖിന് ഓൾറെഡി കോൺട്രാക്ട് ഉണ്ട്. ഇഷ്ഫാഖിനെ കളയാൻ ചാൻസ് കുറവാണ്. പിന്നെ അലിഗേഷൻസ് ഒക്കെ എനിക്ക് ക്ലിയർ ആയിട്ട്, ഞങ്ങൾക്ക് ഇൻസൈഡൻസ് ഇല്ലാതെ അത് പറയുന്നത് ശരിയല്ലല്ലോ ഒരാളെ കുറിച്ച്. KBC 4 കോച്ചിന്റെ നെയിം ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് കേട്ടിരുന്നു. ആരൊക്കെയായിരുന്നു അവർ? അങ്ങനെ നടന്നോ? എന്നാ പിന്നെ ആ 4 കോച്ച് ഇത് ആരാ പറഞ്ഞത്? 4 കോച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഹരിക്കൂല് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ അത് വെളിപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ലുലു FC റൂമേഴ്സ് അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അത് റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് ഗോളിനൊക്കെ ഒരുപാട് തെറിയൊക്കെ ഇട്ടല്ലേ. പക്ഷെ അത് ഉണ്ടായിരുന്നു. ട്രേഡ് ആക്ച്വലി നടന്നില്ല. ഹരി KBC 4 കോച്ചിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആരാ പറഞ്ഞത്? അതല്ല, ARJIDB. അല്ല, അർജുനോട് ചോദിക്കാം, ആരാ പറഞ്ഞത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്.
Who was the best foreign player for KBSC this season? Murray. ടോപ്പ് സ്കോർ ഡെഫിനറ്റ്ലി. ആ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ കോണെ. ആ വിവാദ അഭിപ്രായങ്ങൾ. അതൊന്നും കൂടി പറഞ്ഞു. എനിക്ക് മറ്റൊരു ചോയ്സ് ഉണ്ട്, കോണെ. മറ്റ് ടീമുകൾക്ക് ബെസ്റ്റ് പ്ലെയർ ആണെന്നാണ്. PSG ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എന്തായി? എനിക്ക് PSG ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ആ ന്യൂസ് ഇട്ട വെബ്സൈറ്റ് ആ ന്യൂസ് 5 മിനിറ്റിനുള്ളിൽ റിമൂവ് ചെയ്തായിരുന്നു. അതെന്തോ ഹരി എന്തൊക്കെയോ പറയുന്നു. അല്ല, ആ ന്യൂസ് ഇട്ട വെബ്സൈറ്റ് അത് 5 മിനിറ്റിനുള്ളിൽ റിമൂവ് ആയിരുന്നു. സോ മേ ബി അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലും തെറ്റാണെന്ന് അവർക്ക് എന്താ പറയാ, അങ്ങനെ വേറെ ഒരു കൗണ്ടർ ഇൻഫർമേഷൻ കിട്ടിക്കാണും. സോ ബിക്കോസ് ദേ ഓൾസോ റിമൂവ് ദ തിങ്, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ട്രൂ. പക്ഷെ അപ്പോഴേക്കും അവരത് സ്ക്രീൻഷോട്ട് എടുത്ത് വൈറലാക്കിയില്ലായിരുന്നു. അല്ല, ട്രൂ ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോ ഇതൊക്കെ ഉള്ളൂ. സ്റ്റേറ്റ് ഓൺഡ് ക്ലബ്സിനെ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓയിൽ മണി. വാട്ട് ആർ ദ ഫോർമാലിറ്റി ടു ജോയിൻ ഗോഡ്സ് ഓൺ ഫുട്ബോൾ പാനൽ? അത് ഞങ്ങളുടെ വിവേകോട്ടൻ ആൻസർ ചെയ്യും. അത് ഫസ്റ്റ് വീഡിയോ എഡിറ്റ് അറിയണം. പിന്നെ ഫോട്ടോഷോപ്പ്, അത്യാവശ്യം ഫോട്ടോഷോപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്നു. സെലക്ഷൻ ഉറപ്പാണ്. പിന്നെ ഒരു കുറച്ച് എന്താ പറയാ, നല്ലവണ്ണം ടൈം ഫ്രീ ഉണ്ടെങ്കിലും തോന്നും. കാരണം ഇവിടെ ആർക്കും ടൈമില്ല. വേണമെങ്കിൽ സെറ്റപ്പ് ഒന്നും ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാന് വർക്കിംഗ് ആണ്. കേരളത്തിൽ നിന്ന് ആർട്ടിക്കിൾസ് പുഷ് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പൊ ഞാൻ അതിന്റെ വർക്കില് ചെയ്തോണ്ടിരിക്കുന്നത്. 24 hours ഐ എം ജഗ്ലിംഗ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ഗോഡ് നോസ് ഫുട്ബോൾ. സോ ടൈം ഡിവോട്ട് ചെയ്യാനുണ്ടെങ്കിൽ മേ ബി വിൽ ഗിവ് യു എ തോട്ട് അബൌട്ട് ഇറ്റ്. വിസന്റൈസ് ബെസ്റ്റ് IMO. ബെസ്റ്റ് പ്ലെയർ ദിസ് സീസൺ. ബെസ്റ്റ് പ്ലെയർ ദിസ് സീസൺ ആയിട്ട് വിസന്റെ ആണെന്നാണ്. വിസന്റൈസ് ബെസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, ഹിസ് ഒപ്പീനിയൻ. സോ മേ ബി എന്റെ ഒപ്പീനിയനിലല്ല. ഞാനൊരു ഫ്രണ്ട് വഴിയാണ് ഇത് കേട്ടത്. ബാഴ്സലോണ കോച്ച് റൊണാൾഡോ കോമാൻ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അല്ല, അത് നല്ല അഭിപ്രായം. ആദ്യം പുള്ളി ഐ ഹാവ് ടൈം ടു സ്പെയർ. ശരി ലോൽ. മോസിനൊക്കെ ഒന്നുണ്ട്. മോസിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. മോസിൻബായുടെ KPL എന്തായിരുന്നു എനിക്ക് കാണാൻ പോയിട്ടില്ലേ? മോസിൻബായ് പോയിട്ടുണ്ടോ ഇന്ന്? ഇല്ലില്ല, അടുത്ത കളിക്കാൻ പോകും. അപ്പൊ കഴിഞ്ഞു തോന്നുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നിർത്തട്ടെ. നെക്സ്റ്റ് വീക്ക്. അപ്പൊ ശരി, ഇത് കൺക്ലൂഷൻ പറയാൻ വേണ്ടി നമ്മൾ ഹരിക്ക് കൊടുക്കുന്നതാണ്. അല്ല, ഞാൻ ബായ് പറയാണ്. ഈ വീക്ക് മോസിൻബായ് സ്ഥലത്തില്ല. MA കോളേജ് നല്ല കളി. ശരി, അതവിടെ നമ്മുടെ ആള് കയറിയിട്ടുണ്ട്. പറയട്ടെ. AFC ഗോവ ചാൻസസ്. ഒരു ഡ്രോ പിടിച്ചാൽ നല്ലത്. മിനിമം ഒരു ഡ്രോ പിടിച്ചാൽ നല്ലത്. അത്രേ പറയാൻ പറ്റും. അല്ല, അതെ, ആ സ്റ്റാൻഡേർഡാണ് നമുക്കിപ്പോ ഉള്ളത്. അപ്പൊ പിന്നെ നമ്മൾ അതേ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ബായ് പറയുന്നു. നീ വിവേകേട്ടന് കൊടുക്കാം. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഒരു മീറ്റപ്പ് ആയി പോയി. അതായത് നമ്മൾ മൂന്നുപേരും ഇതുവരെ സ്കൈപ്പിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അപ്പോൾ കൃഷ്ണൻ ബ്രോ ഒരു ആവശ്യത്തിന് ട്രാൻഡ്രം വന്നപ്പോൾ നമ്മളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ഇത് എൻജോയ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് ഇനി ഒരു പാനൽ ഒരു മെമ്പറും കൂടെ ഉണ്ട്, ഗോകുലുന്നുണ്ട്. ഗോകുൽ ഇപ്പൊ തൃശ്ശൂരാണ്. ഇപ്പൊ KPL കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 പേരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് നോക്കാം, പ്രതീക്ഷിക്കാം. ആ സമയത്ത് നമുക്ക് ഇതേ കുറച്ചും കൂടെ വലിയ ഒരു ക്യാൻവാസിൽ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാം. എന്തായാലും നമ്മളിപ്പോൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബൈ.
ഹരിക്ക് വല്ലതും പറയണ്ട? എനിക്ക് അങ്ങനെ പറയാനുള്ളതായിട്ട് കീപ് സപ്പോർട്ടിങ് അസ്, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങള് കണ്ടിട്ടുള്ളത് പോലെ നമുക്ക് എല്ലാവർക്കും ഐ തിങ്ക് ഓൾ ഓഫ് us ഹാവ് ജോബ്സ്. സോ അതല്ലാതെ നമ്മൾ സ്പെയർ ടൈമിൽ ടൈം കണ്ടെത്തി ഇത് ചെയ്യുന്ന പലപ്പോഴും സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട്. എപ്പിസോഡ്സ് ഒന്നും സമയത്തിന് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ we do this out of the love for football, Indian football, Kerala football. So continue supporting us. നമുക്ക് ഇപ്പൊ 300 സബ്സ്ക്രൈബേഴ്സ് ആയി, സോ താങ്ക്സ് ഫോർ ദാറ്റ്. പക്ഷെ 300 ഒന്നും നമുക്ക് പോരാ, നമ്മൾ ആ കേസിലൊക്കെ ഇത്തിരി അത്യാഗ്രഹികളാണ്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ യൂട്യൂബിൽ ചെയ്യായിരുന്നു, പക്ഷെ അവിടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു റെഗുലേഷൻ ഉണ്ട്, എന്നാലേ യൂട്യൂബിൽ ലൈവ് പോകാൻ പറ്റുള്ളൂ. സോ ദേ നീഡഡ് മച്ച് മോർ സബ്സ്ക്രൈബേഴ്സ്. സോ എനിവേസ് അങ്ങനത്തെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനും അല്ലാതെയും ടു യുനോ നമ്മുടെ കണ്ടന്റ് നല്ലതാണെന്ന് ഐ തിങ്ക് സം ഓഫ് യു തിങ്ക് വിച്ച് ഇസ് ഗുഡ്. സോ മറ്റുള്ളവർക്കും കൂടെ ആ കണ്ടന്റ് എത്തിക്കാൻ നിങ്ങളുടെ സബ്സ്ക്രൈബിങ്ങും അതുപോലെ കമന്റ്സും ഷെയറിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കീപ് ഡൂയിങ് ദാറ്റ്. ദാറ്റ്സ് ഹൗ യു സപ്പോർട്ട് us. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതോടെ നെക്സ്റ്റ് പോഡ്കാസ്റ്റ് വരെ ബൈ ബൈ. അങ്ങനെ സോ ഇന്നത്തെ നമ്മുടെ Q&A സെഷനും ഇതൊക്കെ റാപ്പപ്പ് ചെയ്യാണ്. ഒരു മിനിറ്റ്, ആ എടുത്ത ചിറ്റ അവിടെ ജെസ്സി എന്താണ്? ജേഴ്സി ജോയൽ ജോയൽ ആണ് നമ്മുടെ വിന്നർ. നമ്മുടെ സുനിൽ ഛേത്രി എന്നുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് വന്നത് ജോയലിന്റെ പേരാണ്. സോ congrats Joel once again. We'll be contacting you for the gift thing. So അതും കൂടെ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദിസ് ഈവൻ ഓൾ ദിസ് വൈൽ. ഇപ്പൊ ആസ് ഓഫ് റൈറ്റ് നൗ 11 വരെ ഉള്ളൂ. ഐ ഡോണ്ട് നോ എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്ന്, ബട്ട് സ്റ്റിൽ താങ്ക്സ് ഫോർ ഗിവിങ് us your time. സോ നമ്മൾ ഇനി ഇതുപോലെ പല പരിപാടികളുമായിട്ട് വരുന്നതായിരിക്കും. So basically for now, until the next podcast, see you. Take care. Bye. എല്ലാരും bye. Bye.